അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ ഇഷ്ടംപോലെ അദ്ദേഹം ചെയ്യട്ടെ. ഇപ്പോൾ അതിനെക്കുറിച്ച് UDF ആ കാര്യങ്ങളൊന്നും ചിന്തിച്ചിട്ടില്ല. ഞങ്ങൾക്ക് 19-ാം തീയതി ഇലക്ഷനിൽ ജയിക്കുക, ആ ഒരൊറ്റ ടാർഗറ്റായിട്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. ആർക്ക് വേണമെങ്കിലും മത്സരിക്കാം, ആർക്ക് വേണമെങ്കിലും മത്സരിക്കാതിരിക്കാം, അത് അവരവരുടെ ഇഷ്ടം. UDFനെ സംബന്ധിച്ച് ഞങ്ങളുടെ വർക്കുമായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. ഇപ്പം മറ്റ് വിഷയങ്ങളൊന്നും ചർച്ചാ വിഷയമല്ല. നല്ല ഭൂരിപക്ഷത്തിനും ജയിക്കുന്നതാണ്, 10,000-ൽ കുറയാത്ത ഭൂരിപക്ഷത്തിനും ജയിക്കുന്നതാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. അതിൽ ഭൂരിപക്ഷം വർദ്ധിക്കുകയുള്ളൂ, ഒരു വോട്ട് പോലും കുറയില്ല. ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഇത്തവണയുണ്ട്. ഇന്ന് അദ്ദേഹമാണ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളാണ് ഇന്നത്തെ സ്ഥാനാർത്ഥി പര്യടനം ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഇനി അങ്ങനത്തെ ഒരു തർക്കത്തിന് യാതൊരു രീതിയിലുള്ള അടിസ്ഥാനവുമില്ല. എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത്. പിന്നെ ഏറ്റവും രസകരമായ കാര്യം, ഇന്നലെ മുഖ്യമന്ത്രിയെക്കുറിച്ച് KC വേണുഗോപാൽ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ പ്രതിരോധിക്കാനാകെ മരുമാൻ മാത്രമേ രംഗത്തുള്ളൂ. പാർട്ടി സെക്രട്ടറിയോ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയോ ഒരു വാചകം പോലും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം മുഖ്യമന്ത്രി LDFൽ ഒറ്റപ്പെടുന്നു, CPMൽ ഒറ്റപ്പെടുന്നു. അതാണ് കാരണം. അദ്ദേഹം ചെയ്ത ചതിപ്രയോഗം തന്നെയാണ് KC വേണുഗോപാൽ ഇന്നലെ സൂചിപ്പിച്ചത്. ഒരു പൂരം കലക്കി 5 വർഷം മന്ത്രിസഭയിൽ ഒരു ചീത്തപ്പേരും കേൾപ്പിക്കാതിരുന്ന അദ്ദേഹത്തിൻ്റെ പഴയ ഒരു മുൻ സഹപ്രവർത്തകൻ VS സുനിൽകുമാറിനെ തോൽപ്പിക്കാൻ വോട്ട് മറച്ചു കൊടുത്ത മുഖ്യമന്ത്രി ആ അർഹിക്കുന്ന പ്രയോഗം തന്നെയാണ് KC വേണുഗോപാൽ ഇന്നലെ പറഞ്ഞത്. അതിനെ ഗോവിന്ദൻ മാഷോ MA ബേബി എന്തെങ്കിലും പറഞ്ഞാൽ ഇതുവരെ ഞാനൊന്നും കണ്ടില്ല. ആകെ മരുമാൻ മാത്രമാണ് ഫേസ്ബുക്കിലിട്ടത്. അപ്പോൾ LDFൽ മുഖ്യമന്ത്രി ഒറ്റപ്പെടുന്നു.